ഓഷോ പലപ്പോഴും നമ്മുടെ വാച്ചിങ് ദ മൈൻഡ്, വാച്ചിങ് ദ ബോഡി, വാച്ചിങ് ദ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പറഞ്ഞതിന് ശേഷം നമ്മളുടെ സാക്ഷിയായി നിലകൊള്ളണം. സാക്ഷി. അപ്പോൾ ഒരു സാധകനെ ഒരു എപ്രകാരമാണ് ഒരു സാക്ഷിയായിട്ട് വളരെ വിശദമായ സാക്ഷിഭാവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാച്ചിങ് ദ മൈൻഡ്, വാച്ചിങ് ദ ആക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഗുരു പറയുന്നത് വാച്ച് എന്ന് പറയുന്ന വേർഡ് ഡിവൈഡ് ചെയ്യാനാണ്. W വേർഡ്സ്, A ആക്ഷൻ, C ക്യാരക്ടർ, T തോട്ട്, H ഹാർട്ട്. അതാണ് വാച്ച്. വാച്ച് വേർഡ്സ് എന്നാണ് പറയുന്നത്. വേർഡ്, ആക്ഷൻ, തോട്ട്, ക്യാരക്ടർ, ഹാർട്ട്. ഈ സാധനങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാച്ചിങ് യുവർ വേർഡ്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ സാധാരണ യോഗ സാധകന്മാരുടെ ഇടയിൽ വാക്സിദ്ധി എന്ന് പറയുന്നൊരു സംഗതി വളരെ പെട്ടെന്നുണ്ടാകും. അവർ പറയുന്നത് സത്യമായി തീരുന്നതാണ് വാക്സിദ്ധി. സത്യമായി തീരാൻ സാധ്യതയുള്ളത് പറയുന്നതും വാക്സിദ്ധിയാണ്. അപ്പോൾ ആ വാക്സിദ്ധി ഉണ്ടാവുന്നത് സത്യം മാത്രം സംസാരിക്കുന്നതുകൊണ്ട്. അപ്പോൾ സത്യം, അസയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ സത്യത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് സത്യമായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാൻ പറയുന്നത്. അപ്പം സത്യവാന്മാരെല്ലാത്തതും പറയുന്ന ചിലർ സംഭവിക്കാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ തമാശയ്ക്ക് പറയും, ഒരു ലഡ്ഡു കരുതിക്കൊള്ളാൻ പറയും. പെട്ടെന്ന് കൊണ്ട് വായിലിട്ട് കൊടുത്താൽ കൂടുതൽ പറയാതിരിക്കാൻ നോക്കാം എന്ന് പറയുന്നുണ്ട്. സത്യവാന്മാരെല്ലാം പരാതി പറയാറുണ്ട് ആൾക്കാർ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സത്യം എന്ന് പറയുന്നത് വാക്കിൻ്റെ പ്രയോജനമാണ്, അല്ലെങ്കിൽ സത്യത്തിൽ വാക്കിനെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വാക്ക് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വാക്ക് തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ സമാധാനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒക്കെ സാധിക്കുന്ന കാര്യമാണ്. ചിലത് ഭയപ്പെടുത്തേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർക്കശ്യത്തോടുകൂടി ഭയപ്പെടുത്തേണ്ടി വരും. കാരണം നന്നാക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ കുട്ടിയെ വഴക്ക് പറയുന്നതോ, സാറൊക്കെ അധ്യാപകനതിന് ശേഷം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു രീതിയിലും പിള്ളേരെ വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരിങ്ങോട്ട് വഴക്ക് പറയുന്നുണ്ടെന്നും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാർമ്മികമായിട്ടൊരു ഫലം ഉണ്ടാക്കുന്നില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു കറക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വഴക്ക് പറയുന്നതോ ശകാരിക്കുന്നതോ ഒക്കെ തന്നെയും നന്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫലം നന്മയാണ്. താൽക്കാലികമായിട്ട് ദുഃഖം തോന്നുമെങ്കിലും പോയി കളിയെല്ലാം മതിയാക്കി പോയി കുളിയുടെ എന്ന് വൈകുന്നേരം വിളിച്ച് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് കളിക്കാനാണ് താല്പര്യമെങ്കിലും ആവശ്യം അനുസരിച്ച് അവർ കുളിച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് സത്യമായിരിക്കുന്നതുകൊണ്ട് ആ ശകാരം എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ. അതുപോലെ ഇപ്പോൾ വാച്ച് യുവർ വേർഡ് എന്ന് പറയുന്നതിനകത്ത് അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ആക്ഷൻ, അതുപോലെ ക്യാരക്ടർ. നമ്മുടെ സ്വഭാവ ഗുണം എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് നമ്മുടെ തന്നെ സ്വതസിദ്ധമായ പ്രവർത്തനമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, പ്രവർത്തിക്കുന്നു, അത് ഞാൻ തന്നെയാണോ എന്ന് വാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മളായിരിക്കില്ല. നമ്മളല്ലാതെ മറ്റ് ബീയിങ്സിൻ്റെ സ്വാധീനം കൊണ്ടും മറ്റ് മനസ്സുകളുടെ സ്വാധീനം കൊണ്ടും നമുക്ക് പലതും തോന്നുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു നമ്മുടേതാണെന്ന് വിചാരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പശ്ചാത്തപിക്കുകയും ചെയ്യും. നമ്മളങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും. നല്ല കാര്യങ്ങളും അങ്ങനെ വരാറുണ്ട്. സാധകന്മാരാവാൻ ചിലപ്പോൾ തോന്നും. അത് വാസ്തവത്തിൽ അവർ തോന്നണമായിരിക്കില്ല, വേറെ ആർക്കെങ്കിലും തോന്നണമായിരിക്കും. ഒരു ഗുരുസമക്ഷത്തിൽ വന്ന് ശ്രവിക്കാൻ താല്പര്യം തോന്നും. അത് ചിലപ്പോൾ അവർക്ക് തോന്നണമായിരിക്കില്ല, പലർക്കും തോന്നണമായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പം ആ ഒരു ഇൻ്റർഫിയറൻസ്, ആ ഒരു ഇടപെടൽ ഇല്ലാതായി കഴിയുമ്പോൾ ഞാൻ ഇത്ര 8 വർഷത്തോളം വെറുതെ സമയം കളഞ്ഞല്ലോ ഇവിടെ വന്നിരുന്നത് എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് ആ 8 വർഷങ്ങൾ എന്ന് പറയുന്ന നല്ല സമയങ്ങളിൽ അവരിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഉപബോധ മനസ്സുകളുടെ സ്വാധീനം കൊണ്ടായിരിക്കും സമൂഹത്തിനാവശ്യമുള്ള പല കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു സദ്ഗുരുവായിരിക്കുന്ന മനുഷ്യൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അല്ലാതെ അവരിത് അറിഞ്ഞുകൊണ്ട് ഇത് നീയല്ല, നിൻ്റെ അകത്തിരിക്കുന്ന ചെല്ലപ്പൻ പിള്ളയാണ് എന്നും പറയൂല. കാരണം ചെല്ലപ്പൻ പിള്ളയ്ക്ക് ചെയ്യാൻ പറ്റിയിരുന്ന കുറേ ജോലികൾ ഈ ശങ്കരൻകുട്ടി കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാവുന്നത് കൊണ്ട്
ചെല്ലപ്പൻ പിള്ളയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ശങ്കരൻകുട്ടിയല്ല. ചെല്ലപ്പൻ പിള്ള പോയി കഴിയുമ്പോൾ ശങ്കരൻകുട്ടിയെ ഇഗ്നോർ ചെയ്യും. അപ്പം ശങ്കരൻകുട്ടിക്ക് അസ്വസ്ഥത വരികയും ശങ്കരൻകുട്ടി എടുത്ത് ചാടി പോവുകയും ചെയ്യും. അപ്പോൾ അവർ ആളുകൾ നോക്കുമ്പോൾ വിചാരിക്കാറുണ്ട് അത് അത്രയും വലിയ പിന്നെ സത്സംഗങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് നിന്നല്ലോ, അവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അവരുടെ സ്വതസ്ഥയായുള്ള കാര്യങ്ങളല്ല സംഭവിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വിചാരം വരുന്നത്. ചില സാധകന്മാർക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ച് യുവർ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹാർട്ട്. ഹൃദയം ഇമോഷൻ, വൈകാരികതയുടെ ഇരിപ്പിടമാണ്. അപ്പോൾ ആ വൈകാരികതയുടെ ഇരിപ്പിടം, വൈകാരികതകൾ എന്ന് പറയുന്നതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാരികതകൾ ഇല്ലാതാകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിരീക്ഷിക്കുന്നതിന് വൈകാരികതകൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു ദുഃഖകരമായിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായി, അപ്പോൾ ഞാൻ ദുഃഖിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. തീർച്ചയായിട്ടും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ സമാധാനിക്കാം, ആ മനുഷ്യപ്പറ്റ് പോയിട്ടില്ല. ദുഃഖിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ സാറ് ആദ്യത്തെ ചോദിച്ച കപട ഗൗരവത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കാരണം ദുഃഖിക്കേണ്ടടുത്ത് ദുഃഖിക്കുക, ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക എന്നുള്ളതാണ് ഒരു പൂർണ്ണമായ മനുഷ്യൻ്റെ ലക്ഷണം. അല്ലാതെ ദുഃഖിക്കേണ്ടടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചിരിക്കേണ്ടടുത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതല്ല. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മരണ വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ കരയാൻ റെഡിയായിട്ടിരിക്കും. ആരെങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ ചിരിക്കും. ആ ചിരി അങ്ങ് കരച്ചിലാകും, ആ കരച്ചിൽ വീണ്ടും ചിരിയാകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഇവിടെ വലിയ തമാശയാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ആ പറയുന്ന ഒരു ഉണ്ടാക്കൽ നമുക്ക് മനസ്സിനകത്ത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ആ സീരിയസ്നെസ് ഇല്ലാതാകുന്നതിന്, അത് കപടമായിരിക്കുന്ന ഗൗരവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാച്ച് യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഹൃദയം ശരിയായി മിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല. അപ്പോൾ അതാണ് വാച്ച് വേർഡ്സ്.